നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്പാദന വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഭാരതം 5-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ ആകത്തുക $461 ബില്യൺ ആയിരിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം. $416 ബില്യൺ നിൽക്കുന്ന ദക്ഷിണ കൊറിയയെ പിന്തള്ളിയാണ് ഭാരതം 5-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഭാരതത്തിന് അഭിമാനിക്കാവുന്നൊരു നേട്ടമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ $461 ബില്യൺ എന്നുള്ള കണക്ക് കഴിഞ്ഞ 10 വർഷങ്ങളുടെ ഉത്പാദനത്തിൻ്റെ ആകത്തുക അതിനോട് ചേർക്കുമ്പോൾ വളരെ കൗതുകകരമായൊരു കണക്കും വസ്തുതയും നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. കഴിഞ്ഞ 10 വർഷത്തെ ഭാരതത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയുടെ ആകത്തുക എന്നുള്ളത് അതിന് മുൻപുള്ള 5 പതിറ്റാണ്ടുകളുടെ ഉൽപ്പാദനത്തിൻ്റെ ആകത്തുക ചേർക്കുമ്പോൾ അതിനേക്കാളും ഏറെ വലുതാണ്. അത്തരത്തിലുള്ളൊരു വികസനമാണ് ഭാരതത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വികസനം എങ്ങനെ സാധ്യമായി എന്നുള്ളതിൻ്റെ പ്രഥമ കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചുവടുവെപ്പുകളും അത്തരത്തിലുള്ള നിർമ്മാണ മേഖലയിൽ പ്രത്യേക ഇൻസെൻറ്റീവുകൾ നൽകിയുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി അവയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തന രീതിയുമായിരുന്നു. ഒരു ബാഹ്യ ഘടകം നമ്മെ ഇതിന് സഹായിച്ചിട്ടുണ്ട്. China+1 സ്ട്രാറ്റജി എന്ന ഒരു തന്ത്രം മൾട്ടിനാഷണൽ കമ്പനികൾ സ്വീകരിച്ചത്. അതായത് ഈ കോവിഡിനൊക്കെ മുൻപ് പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികൾ, ഉദാഹരണത്തിന് ആപ്പിൾ പോലുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ അവരുടെ ഫോണുകളും ടാബുകളും കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും എല്ലാം ഉൽപ്പാദിപ്പിക്കുവാൻ, മാനുഫാക്ചർ ചെയ്യാനായിട്ട് ആശ്രയിച്ചിരുന്ന ഏക രാഷ്ട്രം ചൈനയായിരുന്നു. കോവിഡിനൊക്കെ ശേഷം ചൈനയുടെ കാര്യത്തിൽ ഒരു സംശയം ഉയർന്നു വന്നപ്പോൾ ചൈനയെ കൂടാതെ മറ്റ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കുക, ചൈനയെ കൂടാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രം കൂടി നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായി വേണമെന്നുള്ള ഒരു തീരുമാനം ബഹുരാഷ്ട്ര കമ്പനികൾ കൈക്കൊണ്ടിരുന്നു. അതാണ് ഈ China+1 സ്ട്രാറ്റജി. ആ പദ്ധതിയുടെ അല്ലെങ്കിൽ ആ ഒരു തന്ത്രത്തിൻ്റെ ഗുണഭോക്താവായി മാറിയ പ്രധാന രാഷ്ട്രമാണ് ഭാരതം. അത് കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ ഇവരുടെ ഈ ഒരു തന്ത്രം ഉപയോഗിക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിന് അനുകൂലമായി ഉപയോഗിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്നുള്ളൊരു പദ്ധതി നമ്മൾ നടപ്പാക്കി നമ്മുടെ രാജ്യത്ത്. PIL എന്ന് പറയും. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ആനുപാതികമായി ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു നിർമ്മാണശാലയുടെ ഉത്പാദനം വർദ്ധിച്ചു വരികയാണെങ്കിൽ, ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണെങ്കിൽ അതിന് 4 മുതൽ 6% വരെയുള്ള ഇളവുകളും അല്ലെങ്കിൽ സഹായങ്ങളും നൽകുന്ന രീതിയിൽ സാമ്പത്തികമായി തന്നെ ആ കമ്പനിക്ക് ഗുണം കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികൾ, വിവിധ പദ്ധതികളുണ്ട്. അതിലിപ്പോൾ ഭാരതത്തിലൊട്ടാകെ 860 കമ്പനികൾ ഇപ്പോൾ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. വലിയ കമ്പനികളാണ്. അപ്പോൾ ഈ 2 പദ്ധതികൾ, ഈ 2 തന്ത്രങ്ങളിലൂടെയാണ് China+1 സ്ട്രാറ്റജി എന്നുള്ള തന്ത്രം ബഹുരാഷ്ട്ര കുത്തകകൾ കൈക്കൊണ്ടതിലൂടെയും നമ്മുടേതായിട്ടുള്ള ആ പദ്ധതിയെ അല്ലെങ്കിൽ അവരുടെ ആ തന്ത്രത്തെ നമുക്ക് സാധകമായി ഉപയോഗിക്കുവാൻ വേണ്ടി ഇവിടെ കൈക്കൊണ്ട PIL എന്നുള്ള ചുവടുവെപ്പിലൂടെയുമാണ് ഈ നിർമ്മാണ മേഖലയിൽ ഈ കുതിച്ചുചാട്ടം ഭാരതം സാധ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മറുവശമുണ്ട്. വിമർശകർ ഇതിനൊരു എതിർവാദം ഉയർത്താറുണ്ട്. ഇത്തരത്തിലൊരു ഉൽപ്പാദന രംഗത്ത് ഭാരതം നടത്തിയ ഈ കുതിച്ചുചാട്ടത്തെ കുറിച്ച് വിമർശനങ്ങൾ ഉയർത്തുന്നവർ പറയുന്നൊരു പ്രധാന കാര്യം, ഇപ്പോഴും ഭാരതത്തിൻ്റെ നിർമ്മാണ മേഖല ഏറെക്കുറെ ഈ അസംബ്ലി യൂണിറ്റുകളായിട്ടാണ് നിലകൊള്ളുന്നത്. അതായത് ചൈനയിൽ നിന്ന് മൈക്രോ ചിപ്പുകളും ബാറ്ററികളും ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളും ഇറക്കുമതി ചെയ്ത് അവയെ ഇവിടെ കൂട്ടിയോജിപ്പിക്കുക മാത്രമാണ് ഭാരതം ചെയ്യുന്നതെന്നൊരു വിമർശനം ഇവർ ഉയർത്തുന്നുണ്ട്. ഈ പദ്ധതിയെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ ഈ നേട്ടത്തെ വിമർശിക്കുന്നവർ ഒരു തരത്തിൽ മേലോട്ടമായി നോക്കിയാൽ അത് ശരിയാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഈ ഇറക്കുമതി എന്നുള്ളത് പല മേഖലകളിലും ചെയ്യാറുണ്ട് എന്ന സത്യം നിലനിൽക്കെ തന്നെ ഭാരതത്തിൻ്റെ ഇലക്ട്രോണിക് മേഖലയിലെ കയറ്റുമതി 28 ബില്യൺ എന്നുള്ള ഒരു മാർക്ക്, 28 ബില്യൺ കടക്കുക എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് ശ്രമകരമായൊരു കടമ്പയായിരുന്നു 10 വർഷങ്ങൾക്ക് മുൻപ് വരെ. ഇപ്പോൾ അത് വളരെ നിസ്സാരമായി ഭാരതം കടന്നിരിക്കുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഇറക്കുമതി എന്നുള്ളത്, അതായത് ഈ പാർട്സ് ഉണ്ടല്ലോ, കമ്പോണൻസ് എന്ന് പറയുന്ന ഓരോ ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെ അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു സമ്പദ് വ്യവസ്ഥയെ പരിശോധിക്കുന്ന വിദഗ്ധന്മാർ കണക്കാക്കാറേയില്ല. കാരണം
അടിസ്ഥാനപരമായിട്ട് അവർ കണക്കാക്കുന്നത് മാനുഫാക്ചറിങ് വാല്യൂ ആഡ് എന്നുള്ളൊരു രീതിയാണ്. മാനുഫാക്ചറിങ് വാല്യൂ ആഡ് കണക്കാക്കുന്നത് ഒരു പ്രാദേശിക ഭൂമികയിൽ അല്ലെങ്കിൽ ഒരു പ്രാദേശിക നിർമ്മാണശാല ആ പ്രദേശത്തെ വർക്ക് ഫോഴ്സ്, അതായത് തൊഴിലാളികൾ, അവിടുത്തെ ഊർജ്ജമുണ്ടല്ലോ, ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ വൈദ്യുതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഊർജ്ജം ഉപയോഗിച്ച് അവരുടെ നിർമ്മാണശാല പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്, ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇവയെല്ലാം ഒത്തുചേർത്ത് ആ ഉത്പാദന വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഒരു മൂല്യം, അതിൻ്റെ വർധനവ്, ഇതാണ് മാനുഫാക്ചറിങ് വാല്യൂ ആഡ്. ആ മൂല്യത്തിൻ്റെ കണക്കാക്കലിലൂടെയാണ് ഈ മാനുഫാക്ചറിങ് മേഖലയിലെ, ഉൽപ്പാദന മേഖലയിലെ മേന്മയും കുതിച്ചുചാട്ടവും ഉയർച്ചയുമെല്ലാം അന്താരാഷ്ട്ര വിദഗ്ധർ കണക്കാക്കുന്നത്. അത്തരത്തിൽ കണക്കാക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഈ ഉത്പാദന വ്യവസ്ഥ ഈ ഒഴിവാക്കിയ കണക്കുകളെല്ലാം കൂടി എടുത്ത് ദക്ഷിണ കൊറിയയുടെ ഉൽപ്പാദനക്ഷമതയുടെ 10 മടങ്ങാണ്. ദക്ഷിണ കൊറിയയുടെ ഉൽപ്പാദനക്ഷമത ഈ ഒഴിവാക്കിയ ഇറക്കുമതി ചെയ്യുന്ന ഭാഗങ്ങളുടെ കണക്കും കൂടി കൂട്ടിയാണ് $416 ബില്യൺ എന്ന് പറയുന്നത്. നമ്മുടെ ഇതിനെ ഒഴിവാക്കിയാൽ പോലും നമ്മുടെ ലാഭമെന്ന് പറയുന്നത് ദക്ഷിണ കൊറിയയേക്കാൾ വളരെ മേലെയാണ്. അത്തരത്തിലുള്ളൊരു മേന്മ ഭാരതം കൈവരിച്ചിട്ടുണ്ട്. അത് വെറുതെ കൈവരിച്ചതല്ല. ഈ വിമർശകർ പറയുന്ന ഭാഗങ്ങളുടെ ഇറക്കുമതി, കമ്പോണൻസിൻ്റെ ഇറക്കുമതിക്ക് അപ്പുറം ഭാരതത്തിൽ തന്നെ വിവിധ വസ്തുക്കൾ, അതിൽ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാമഗ്രികൾ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഭാരതം അതിലൊരു വലിയ നേട്ടം കൈവരിച്ചു. നാളെ ചൈനയെ മറികടന്ന് 1-ാം സ്ഥാനത്ത് എത്തുമെന്നല്ല പറയുന്നത്. ഇപ്പോഴും ചൈന തന്നെയാണ് ഉൽപ്പാദന രംഗത്ത് 1-ാം സ്ഥാനത്ത്. അത് ഏറെക്കാലമായി അവർ നിർമ്മിച്ചെടുത്തൊരു ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. അവിടുത്തെ സർക്കാരുകളുടെ ഒരു പ്രത്യേകതയാണ്. ആ സർക്കാരുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർക്ക് ലേബർ ഫോഴ്സ് എന്ന് പറയുന്ന തൊഴിലാളികൾ, അവരെ ലഭിക്കുവാൻ ആ തൊഴിലാളികൾ സർക്കാർ നിർദ്ദേശിക്കുന്ന തൊഴിൽശാലകളിൽ അവർ നിർദ്ദേശിക്കുന്ന സമയത്തോളം നിർദ്ദേശിക്കുന്ന രീതിയിൽ പണിയെടുക്കുക എന്നുള്ളൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുവാൻ ചൈനീസ് സർക്കാരിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള സർക്കാരാണ്. സർക്കാർ പറയുന്നത് ചൈനക്കാർ അനുസരിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം ഏതാണ്ട് തീരുമാനമാകുമെന്നുള്ളൊരവസ്ഥയാണ്. ഭാരതത്തിൽ അങ്ങനെയല്ല. തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളും തൊഴിലാളികൾക്ക് നേരെയുള്ള ചൂഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള മാനുഷിക പരിഗണനയോടുകൂടിയുള്ള സമീപനവും എല്ലാം ഭാരത സർക്കാരിന് സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. അത് തന്നെയുമല്ല, ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപുള്ള ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഒരു 12 വർഷങ്ങൾക്ക് മുൻപുള്ള ഭരണകൂടങ്ങൾ സ്വീകരിച്ചിരുന്ന വികലമായ സോഷ്യലിസ്റ്റ് നയങ്ങളും അല്ലെങ്കിൽ ഉത്പാദന അധിഷ്ഠിതമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ കഴിയാത്ത ഒന്നാണ് എന്നുള്ളൊരു മുൻധാരണയോടുകൂടിയുള്ള ഭരണകൂടങ്ങളുടെ സമീപനങ്ങളുമെല്ലാം ഇത്തരത്തിലൊരു നേട്ടം ഭാരതം വളരെ മുൻപേ കൈവരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നു നമ്മുടെ രാഷ്ട്രത്തെ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷമാണ് ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതി എല്ലാം മാറ്റിവെച്ച് അടിസ്ഥാനപരമായിട്ട് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും ആവശ്യം ഉൽപ്പാദനക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ അതിലടിസ്ഥിതമായൊരു സമ്പദ് വ്യവസ്ഥയാണെന്നുള്ള വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ള നയം സർക്കാർ സ്വീകരിച്ചതിലൂടെയാണ് ഈ ഒരു നേട്ടം ഭാരതത്തിന് കൈവരിക്കുവാനായത് എന്നുള്ളതും വസ്തുതയാണ്. അതും പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവച്ചതിന് ശേഷം ഈ വിമർശകരുടെ വിമർശനത്തിലുള്ള മറുപടി, ഏറ്റവും നല്ല മറുപടിയുടെ കാര്യത്തിലേക്ക് വരാം. കാരണം വിയറ്റ്നാം, സൗത്ത് കൊറിയ, ചൈന, ഈ രാജ്യങ്ങളെല്ലാം അവരുടെ ഉൽപ്പാദന അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിത്തറ പാകിയത് അസംബ്ലിങ്ങിലൂടെ തന്നെയാണ്. ഈ കൂട്ടിയോജിപ്പിക്കലുണ്ടല്ലോ, സംയോജനം, അത്തരത്തിലുള്ളൊരു നിർമ്മാണശാലകളിലൂടെ തന്നെയാണ് വിയറ്റ്നാം ആണെങ്കിലും ഫിലിപ്പൈൻസ് ആണെങ്കിലും തായ്വാൻ ആണെങ്കിലും ചൈനയാണെങ്കിൽ തന്നെ, ഇന്നും ഉൽപ്പാദനക്ഷമതയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാഷ്ട്രമായ ചൈനയാണെങ്കിൽ തന്നെ അവരുടെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിത്തറ പാകിയത്, അല്ലെങ്കിൽ ഈ ഉൽപ്പാദന യന്ത്രത്തിന് അടിത്തറ പാകിയത് കൂട്ടിയോജിപ്പിക്കലിലൂടെ തന്നെയാണ്. ആദ്യം അവർ ഭാഗങ്ങൾ, കമ്പോണൻസ് ഇറക്കുമതി ചെയ്ത് ഈ കമ്പോണൻസ് എല്ലാം ആപ്പിൾ അമേരിക്കയിൽ നിർമ്മിച്ച അവരുടെ ഫോണിൻ്റെ ഭാഗങ്ങളെല്ലാം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ചൈനയിൽ വെച്ച് കൂട്ടിയോജിപ്പിച്ച് കയറ്റി അയക്കുക എന്നുള്ളതായിരുന്നു. പതിയെ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് അവർ കടക്കുകയായിരുന്നു. അത്തരത്തിലുള്ളൊരു ചുവടുവെപ്പ് ഭാരതവും ഇപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി നടത്തുകയാണ്. അതും ചെറിയ രീതിയിലല്ല, വളരെ വലിയ രീതിയിൽ തന്നെ. എടുത്തു പറയുകയാണെങ്കിൽ മൾട്ടി ലെയർഡ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ്, ക്യാമറയുടെ ഭാഗങ്ങൾ, വലിയ മേന്മയേറിയ ചിത്രങ്ങൾ പകർത്തുന്ന ദൃശ്യങ്ങളാവും ചലനാത്മകമായ ചിത്രങ്ങളാവും എല്ലാ ക്യാമറകളുടെയും ഉള്ളിലെ ഭാഗങ്ങൾ
പവേർഡ് സെമി കണ്ടക്ടേഴ്സ് തുടങ്ങിയവയുടെ നിർമ്മാണം ഭാരതത്തിൽ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. വളരെയധികം നിർമ്മാണശാലകൾ ഈ നിർമ്മാണവും പ്രവർത്തനങ്ങളുമായി സംബന്ധിച്ച് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ മേഖലയിലെല്ലാം ഭാരതം ചെലുത്തുന്ന ശ്രദ്ധ വളരെ വലുതാണ് എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു നയം വ്യക്തമാക്കലിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ലോകത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. വെറുതെ പറയുകയായിരുന്നില്ല. ലോകരാഷ്ട്രങ്ങളും ലോകത്തെ ഒരുപാട് ബഹുരാഷ്ട്ര കമ്പനികളും അത്തരത്തിലുള്ള ഈ ഒരു നയപ്രഖ്യാപനത്തിൻ്റെ ഫലപ്രാപ്തി അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ചുവടുവെപ്പുകളെ അംഗീകരിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാണ വ്യവസ്ഥയുടെ അടുത്ത ചുവടിലേക്ക് നാം കടക്കുകയാണ്. ഉത്പാദനക്ഷമതയുള്ള രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ 5ാം സ്ഥാനത്തെത്തി നിൽക്കുന്ന ഭാരതം ഇത്തരത്തിൽ തന്നെ ഇതേ ഗൗരവത്തോടുകൂടി, ഇതേ തീക്ഷ്ണതയോടുകൂടി, ഇതേ ശ്രദ്ധയോടുകൂടി, ഇതേ ഒരു ചങ്കുറപ്പുള്ള ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം താമസിയാതെ 1ാം സ്ഥാനത്തെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഇപ്പോൾ ഈ 5ാം സ്ഥാനത്തെത്തി എന്നുള്ളത് തന്നെ ഭാരതത്തെ സംബന്ധിച്ച് അഭിമാനകരമായൊരു മുഹൂർത്തമാണ്. ഒരു കാര്യം പ്രേക്ഷകരെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം അവസാനിപ്പിക്കുന്നു. 50 വർഷങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഉത്പാദന മേഖലയിലെ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് സങ്കല്പിക്കുവാൻ പോലും ആവാത്ത അവസ്ഥയിൽ കിടന്നിരുന്ന ഭാരതമാണ് ഇന്ന് 5ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത്. ഉൽപ്പാദനക്ഷമതയിൽ അടിസ്ഥിതമായ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ചൈനയാണ്. താമസിയാതെ ചൈനയുടെ ഒപ്പമോ ചൈനയെ മറികടന്നുള്ള ഒരു സ്ഥാനത്തോ നാം എത്തുമെന്നുള്ളത് നമ്മുടെ ഭാരതീയരുടെ ശുഭപ്രതീക്ഷയാണ്. ആ ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളവ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, തത്വമയി കുടുംബത്തിൻ്റെ ഭാഗമല്ല നിങ്ങൾ ഇപ്പോഴുമെങ്കിൽ, അതായത് തത്വമയി ന്യൂസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ദൗർഭാഗ്യകരമായൊരു കാര്യം, പ്രേക്ഷകരിൽ ഒരു 40% പേർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോകൾ പലതും കാണുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ദുഃഖകരമായൊരു വസ്തുതയാണ്. കാരണം നിങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായി ദേശീയതയോടൊപ്പമുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, താല്പര്യമാണ്. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓട്ടപ്രദക്ഷിണത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.